ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഭഗവത്ഗീതയുടെ. 1-ാം അധ്യായം കഴിഞ്ഞു, അർജുനന്റെ വിലാപം. നമ്മൾ ഭഗവത്ഗീതയുടെ ചർച്ച തുടരുകയാണ്. ഭഗവാനും അർജുനനും തമ്മിലുള്ള ചർച്ച. ഇന്ന് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് കടക്കുന്നു. അപ്പം ആദ്യ അധ്യായത്തില് പൊതുവെ എന്തായിരുന്നു? ആ യുദ്ധക്കളത്തിലെ സൈന്യങ്ങളെയൊക്കെ നിരീക്ഷിച്ച ശേഷം അർജുനൻ മനോവിഷമത്താലും ആശയക്കുഴപ്പത്താലും തളർന്നു പോകുന്നു. എന്തുകൊണ്ടാ? തന്റെ ക്ഷത്രിയ ധർമ്മവും അല്ലെങ്കിൽ ആ കുരുനന്ദൻ, ആ കുടുംബത്തിന്റെ ധർമ്മവും, ആ കുടുംബം ഉണ്ട് എന്നുള്ള ആ കുടുംബത്തിലെ കടമ, അതും തമ്മിലുള്ള പോരാട്ടത്തില് പകച്ചു നിൽക്കുകയാണ്. ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യുകയും വേണം, പിന്നെ കുടുംബധർമ്മം. അവസാനം എങ്ങനെയാണ് നിൽക്കുന്നത്? രക്തം ചിന്തി നേടുന്ന വിജയം എനിക്ക് വേണ്ട, ഇതൊന്നിനും കൊള്ളില്ല എന്ന് ആര് ചിന്തിക്കുന്നു? അർജുനൻ ചിന്തിക്കുന്നു. ആദ്യ അധ്യായത്തില് ഭഗവാൻ ഒരിക്കൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്, അല്ലെ? ഒരു ശ്ലോകം മാത്രം പറഞ്ഞു. 1-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം എന്താണ്? ഉവാച പാർത്ഥ പൈശ്യതാൻ. അർജുന, നീ കാണാൻ ആഗ്രഹിച്ച ആ ശത്രുക്കളെ, ആരെയാണ്? ദ്രോണരെയും ഭീഷ്മരെയും നോക്കൂ എന്ന് പറയുന്നു. 2-ാം അധ്യായത്തില് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? 1-ാമത്തെ ശ്ലോകം മുതല് 10-ാമത്തെ ശ്ലോകം വരെ അർജുനന്റെ വിഷാദത്തിന്റെ തുടർച്ചയും, പിന്നെ 7-ാം ശ്ലോകത്തില് ശരണാഗതിയും. എന്ത് ചെയ്യണം, ജീവിതത്തില് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന അർജുനനൊടുവില് ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. ശിഷ്യസ്തേഹം ശാതിമാം ത്വം പ്രപന്നം. അടുത്തത് 11-ാമത്തെ ശ്ലോകം മുതല് 30-ാമത്തെ ശ്ലോകം വരെ അർജുനന്റെ അറിവില്ലായ്മയെ നീക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എന്താണ്? ആത്മജ്ഞാനം നൽകുന്നു. നമുക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് 2-ാം അധ്യായം അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. പിന്നെയോ 31-ാമത്തെ ശ്ലോകം മുതല് 53 വരെ ഒരു വ്യക്തി തന്റെ കടമകളെ എങ്ങനെ നിർവഹിക്കണം എന്ന് കൃഷ്ണൻ ഇവിടെ പഠിപ്പിക്കുന്നു. കർമ്മം ഫലേച്ഛയില്ലാതെ എങ്ങനെ കർമ്മം ചെയ്യാം. 54-ാമത്തെ ശ്ലോകം മുതല് 72-ാമത്തെ ശ്ലോകം മുതല് വരെ സ്ഥിതപ്രജ്ഞനാരാണ്, സമചിത്തതയുള്ള വ്യക്തി ആരാണ്, സ്ഥിരബുദ്ധിയുള്ള ഒരാള് എങ്ങനെയായിരിക്കണം എന്ന അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ 62-ാമത്തെ ശ്ലോകവും 63-ാമത്തെ ശ്ലോകവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. എന്താ? ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത് എന്ന് ഈ 2 ശ്ലോകങ്ങള് വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള മൊത്തം ഉള്ള 2-ാമത്തെ അധ്യായത്തിന്റെ ഒരു ചെറു വിവരണം എന്ന് പറയുന്നത്. നമുക്കിപ്പോ 2-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. സഞ്ജയ ഉവാച. സഞ്ജയം പറയുകയാണ്. ആരോട്? ധൃതരാഷ്ട്രരോട്. ഇപ്പം ക്യാമറ എവിടെയാണ്? രാജകൊട്ടാരത്തിൽ. തം തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. തഥാ കൃപയാവിഷ്ട അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. സഞ്ജയൻ പറഞ്ഞു. എന്താണ് പറയുന്നത്? അങ്ങനെ കരുണാർത്ഥനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നതായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അപ്പം അർജുനൻ കരഞ്ഞു, വില്ല് താഴെയിട്ടു, എല്ലാം ചെയ്തു. അതിനുശേഷം എന്താണ്? അങ്ങനെ കരുണാർത്ഥനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ
പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതാണ് ഭഗവാൻ അടുത്തതില് പറഞ്ഞു തുടങ്ങും. അപ്പം ഭൗതികമായിട്ടുള്ള കരുണ, വിലാപം, കണ്ണുനീര് എന്നിവയെല്ലാം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൗതികപരമായിട്ട്. അതെന്താണ് ഭൗതികപരം എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ശരീരമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ചിന്ത, അതാണ്. അതിൽ നിന്നുണ്ടാകുന്ന കരുണ, വിലാപം, കണ്ണുനീർ എല്ലാം എന്താണ്? യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞതയുടെ ലക്ഷണങ്ങളാണ്. നിത്യമായിട്ടുള്ള ആത്മാവിനോടുള്ള കരുണയാണ് എന്ത്? ആത്മസാക്ഷാത്കാരം. അപ്പം ഈ ശ്ലോകത്തില് ആ മധുസൂദനൻ എന്ന വാക്കിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. മധുസൂദനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധു എന്ന അസുരനെ നിഗ്രഹിച്ചവൻ എന്നാണ് അർത്ഥം. അർജുനന്റെ മനസ്സിലെ സംശയങ്ങളും മോഹങ്ങളും നീക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസമാണ് ഈ സംബോധനത്തിലൂടെ വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം ഭഗവാനാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യ അജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യം അജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അപ്പൊ ഭഗവാൻ പറയാണ് എന്ത്? പ്രിയപ്പെട്ട അർജുന, അല്ലയോ അർജുന, നിനക്ക് എവിടെ നിന്നാണ് കുതസ്ത്വ കശ്മലമിതം, നിനക്ക് എവിടെ നിന്നാണ് ഈ മാലിന്യം വന്നു പെട്ടത്? ജീവിതത്തിന്റെ മൂല്യം എന്തെന്നറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. അനാര്യം അജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. അപ്പം ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണ് എന്ത് ഇത് നിന്നെ നയിക്കുന്നത്. എന്ത്? കുതസ്ത്വ കശ്മലമിതം, ഈ മാലിന്യം നിന്നെ എവിടേക്ക് നയിക്കും? ഉപരിലോകങ്ങളിലേക്കല്ല, പിന്നെയോ അകീർത്തിയിലേക്കാണ് നിന്നെ നയിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ തുടങ്ങുകയാണ് ഭഗവാന്റെ സംസാരം. എന്താണ്? കുതസ്ത്വ കശ്മലമിതം, ഈ ദൗർബല്യം, ഈ അശുദ്ധമായിട്ടുള്ള ചിന്ത എവിടെ നിന്നാണ്? ഈ ബലഹീനത നിനക്ക് എവിടെ നിന്ന് വന്നു? കുതസ്ത്വ കശ്മലമിതം വിഷമേ, ഈ വിഷമേ എന്നാൽ ഈ വലിയ പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ ഈ വലിയ പരീക്ഷയുടെ സമയത്ത്, വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തില് എന്തു ചെയ്യും? കരുത്തരായിട്ടുള്ള ആൾക്കാർ മുന്നേക്ക് വരും. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ സമയത്താണ് കരുത്ത് കാണിക്കേണ്ടത്. പക്ഷെ ഇവിടെ അർജുനന് എന്താണ്? മാലിന്യം വന്ന് ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, നീ കരുത്തനായിരിക്കേണ്ട സമയത്ത് എന്തുകൊണ്ട് നീ ബലഹീനനാകുന്നത്? എവിടെ നിന്നാണ് ഈ ബലഹീനത നിനക്ക് വന്നത്? വിഷമേ സമുപസ്ഥിത, ഇത് അപ്രതീക്ഷിതമായി കടന്നു വന്നതാണ്. ഇത് നിന്നെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഭഗവാൻ പറയുന്ന രീതി വളരെ സൂക്ഷ്മമാണ്. ഇവിടെ ഭഗവാൻ നീ ബലഹീനനാണ് എന്ന് പറയുന്നില്ല, പകരം എന്താണ് പറയുന്നത്? ഈ ബലഹീനത എവിടെ നിന്നാണ് നിനക്കുണ്ടായത്? അത് നിനക്ക് യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് എന്താണ്? ആ ഒരു വ്യക്തിക്കാണ് വന്നത് എന്നല്ല പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? നിനക്ക് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്തു പറ്റും? അദ്ദേഹത്തിന്റെ എല്ലാ കോൺഫിഡൻസും പോകും. അപ്പം അതിനെ അതിജീവിക്കാനും സഹായിക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു രീതിയാണ് ഭഗവാൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ വീരോചിതമായിട്ട് വലിയ രീതിയിൽ പോരാടുന്ന ഒരു വ്യക്തി, ഒരു സൈനികൻ, അദ്ദേഹത്തോട് പോയി പറയുകയാണ് നീ ഭീരുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ദുർബലനാണ് എന്ന് നേരിട്ട് പറഞ്ഞാല് ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നതിന് തുല്യമാണ്, അല്ലെ? എന്നാൽ അതേ വ്യക്തിയോട് എവിടെ നിന്നാണ് നിനക്ക് ഈ ഭീരുത്വം വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു വിമർശനമാണെങ്കിൽ കൂടി അതില് വലിയൊരു ഓർമ്മപ്പെടുത്തലൂടുണ്ട്. അതായത് നീ ഇങ്ങനെയുള്ള ആളല്ല, അല്ലെ, നിന്റെ സ്വഭാവം ഇതല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം വന്ന് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേഷ്യം വരുമ്പോഴെന്ത് ചെയ്യും? ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാള് ചിലപ്പം ഉറക്കെ സംസാരിക്കുകയോ ചീത്ത വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ സമയത്ത് നമ്മൾ ചോദിക്കും, എന്ത് ഇതൊക്കെ നിനക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന്, അല്ലേ? അതിനർത്ഥം എന്താ? ഇത് നീ അല്ല, ഇത് നിന്നിൽ നിന്നല്ല വരുന്നത്, പിന്നെയോ മറിച്ച് മറ്റെവിടെയോ നിന്നോയാണ് വരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ചോദിക്കുന്നത്, ഇതിലെന്താണ് തെറ്റ്? ഇതൊരു അനാര്യം, ഇതൊരു ആര്യന് ചേർന്നതല്ല. ആര്യൻ എന്ന് കഴിഞ്ഞാൽ, ആര്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിന്റെ ആത്മീയ മൂല്യങ്ങൾ അറിയുന്ന വ്യക്തിയാണ് ആര്യൻ. അസ്വർഗ്യം, ഇത്തരം ഒരു പ്രവൃത്തി ഈ ജീവിതത്തിൽ നിനക്ക് എന്ത് നേടിത്തരില്ല? കീർത്തി നേടിത്തരുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെയോ മരണാനന്തരം സ്വർഗതുല്യമായിട്ടുള്ള ഒരിടത്തും എത്തുകയുമില്ല. അതാണ് നമ്മളും പഠിക്കേണ്ട ഒരു കാര്യം. നമ്മളും കർമ്മം ചെയ്യണം. കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. നമ്മുടെ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കി ആത്മസ്വരൂപത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യണം. ഇവിടെയാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്, അർജുന, ഇത് നിനക്ക് ബഹുമതിയല്ല, മറിച്ച് എന്താണ്? അപമാനമാണ് കൊണ്ട് തരിക. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കരുത്. അർജുനൻ ഈ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്നാണ്. ഭഗവാൻ അറിയാം അർജുനന്റെ ഉള്ളിരിപ്പ് എന്താണെന്ന്. പക്ഷേ ഈ പുറം ലോകം അർജുനന്റെ പ്രവൃത്തിയെ എങ്ങനെ കാണും എന്ന് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന്, യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു സൈനികൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സൈനികൻ പെട്ടെന്ന് പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചാല് ലോകം ഒരിക്കലും ചിന്തിക്കുകയില്ല അയാളെ മനസാക്ഷി കുത്തുകൊണ്ടാണ് അദ്ദേഹം ഓടിയതെന്ന്. പകരം എന്ത് ചിന്തിക്കും? അയാള് പേടിച്ചോടിപ്പോയതാണ് എന്ന് ചിന്തിക്കും, അല്ലേ? അയാൾക്ക് ഭയം പിടിപെട്ടു എന്നായിരിക്കും ചിന്തിക്കുക. അപ്പം ഈ യുദ്ധക്കളത്തിലായാലും യുദ്ധത്തിൽ രണ്ട് വലിയ തെറ്റുകളാണുള്ളത്. ഒന്ന് രാജ്യദ്രോഹം, പിന്നെയോ സ്വന്തം പക്ഷത്തിന് വേണ്ടി പോരാടാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്, അല്ലെങ്കിൽ ശത്രുപക്ഷത്തോടൊപ്പം ചേർന്നിട്ട് ആ മറുപക്ഷത്തിനൊപ്പം പോരാടുന്നത്. അപ്പം അങ്ങനെ പോരാടുന്നവർക്ക് വലിയ ശിക്ഷ തന്നെ കിട്ടും, അല്ലേ? ആ സൈനിക കോടതിയുടെ നടപടികളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ യുദ്ധക്കളത്തിൽ എല്ലാവർക്കും ഭയം തോന്നും. എന്നാൽ ആ ഭയത്താൽ എല്ലാവരും ഓടിപ്പോയാൽ എന്ത് പറ്റും? പിന്നെ ആരും അവിടെ യുദ്ധം ചെയ്യാൻ ബാക്കിയുണ്ടാവില്ല. ആ ഒരു പരസ്പര വിശ്വാസമാണ് ഒരു സൈന്യത്തിന്റെ കരുത്ത്. ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വന്നു കഴിഞ്ഞാല് ആ യൂണിറ്റിലെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് അർജുനനെ കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇപ്പോൾ പിന്മാറിയാൽ ലോകം നിന്നെ ഒരു രാജ്യദ്രോഹിയായോ അതോ യുദ്ധക്കളത്തിൽ നിന്നും പേടിച്ചോടിയ ഒരു ഭീരുവായിട്ടോ കാണും. നിന്റെ ഈ പിന്മാറ്റം ലോകരുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ മനുഷ്യരെ നോക്കിക്കാണുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം? ഇവിടെ ഉദ്ദേശം ആത്മാവിനെ ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇത് ഉപരിലോകങ്ങളിലേക്കല്ല, പിന്നെ അകീർത്തിയിലേക്കാണ് നിന്നെ നയിക്കുക എന്ന്. അപ്പൊ നമ്മുടെയും ജീവിത ഉദ്ദേശം എന്താണ്? ആത്മസാക്ഷാത്കാരം, മോക്ഷമാണ് നമ്മുടെയും ഉദ്ദേശം. അതിനുവേണ്ടി ശ്രമിക്കാതെ മറ്റു പലതിനും പോകുന്നത് അകീർത്തിയിലേക്കാണ് നമ്മളെ നയിക്കുക. ഇവിടെ ഭഗവാൻ അബ്സല്യൂട്ട് ട്രൂത്ത്, അതായത് ശ്രീകൃഷ്ണൻ പുരുഷോത്തമനായിട്ടുള്ള പരമദൈവവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഉടനീളം ഭഗവാൻ എന്ന് കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത്. പരമമായ പരമസത്യത്തിന് 3 രൂപങ്ങളാണുള്ളത്, അല്ലേ? പരമസത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 രൂപങ്ങള്. എന്തൊക്കെയാണത്? 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പരമസത്യത്തെ മനസ്സിലാക്കാം. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഭാഗവതത്തിൽ പറയുന്നു, എന്താണ് പറയുന്നത്? വദന്തി തത്വവിദാസ്
തത്വം യജ്ഞദാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. പരമസത്യത്തെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് 3 രീതിയിൽ പരമസത്യത്തെ മനസ്സിലാക്കാം. അവയെല്ലാം ഒരുപോലെയാണ്, പക്ഷെ റൂട്ട് വ്യത്യാസമുണ്ട്. പരമസത്യത്തിന്റെ അത്തരം ഘട്ടങ്ങളില് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ, അതിൽ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരാകാരവും സർവവ്യാപിയുമായിട്ടുള്ള ചൈതന്യം. പരമാത്മാവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിരിക്കുന്ന ഭഗവാൻ, അല്ലെ? സർവജീവജാലങ്ങളിൽ വസിക്കുന്ന അന്തർയാമി ഭഗവാൻ, പൂർണ്ണവും ശക്തനുമായിട്ടുള്ള പരമപുരുഷൻ. അപ്പം എല്ലാവരുടെയും ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം, മോക്ഷം. അപ്പം അത് 3 രീതിയിൽ ശ്രമിക്കുന്നവരുണ്ട്, പക്ഷെ പാത വ്യത്യാസമുണ്ട് എങ്കിലും. പക്ഷെ ഈ ഭഗവത് സാക്ഷാത്കാരം ഭക്തിയിലൂടെ സാക്ഷാത്കരിക്കുന്നതിന് മാത്രമാണ് 100% ഗ്യാരണ്ടി ഉള്ളത്. മറ്റു രണ്ടും എവിടെയെങ്കിലും വീണു പോകാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, സൂര്യനെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാല് പരമസത്യത്തിന്റെ 3 വശങ്ങളെ, സൂര്യപ്രകാശം, സൂര്യന്റെ ഉപരിതലം, പിന്നെയോ സൂര്യഗോളം എന്നിങ്ങനെ 3 ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത് സൂര്യപ്രകാശത്തെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരാള്, അവര് പ്രാഥമിക ഘട്ടത്തിലുള്ള വിദ്യാർത്ഥിയാണ്. അവർക്ക് എന്താണ്, ഭഗവാന്റെ രൂപം അവർക്കറിയില്ല. അവർ വിചാരിക്കുന്നത് എല്ലാം കല്ലിയൂതം, എല്ലാം ഈ പ്രകാശമാണ് എന്നാണ്. അതായത് പരമസത്യത്തിന്റെ നിരാകാരവും സർവവ്യാപിയുമായ ഭാവം. പരമാത്മാവ്, അതായത് സൂര്യബിംബം, സൂര്യപ്രകാശത്തിന് അപ്പുറം സൂര്യന്റെ ഉപരിതലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നവര്, അവര് കുറച്ചുകൂടെ അറിവുള്ളവരാണ്. ഇതിനെയാണ് പരമസത്യത്തിന്റെ പരമാത്മാഭാവത്തോടു കൂടി നമുക്ക് ഉപമിക്കാം. ഇത് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന എന്താണ്, പരമാത്മാവിന്റെ രൂപം, ഈശ്വരന്റെ രൂപം. പിന്നെയോ ഭഗവാൻ, ആ സൂര്യഗോളത്തിന്റെ ഉള്ളടക്കം സൂര്യൻ. എവിടെ നിന്നാണോ ഈ ഉപരിതലവും ഈ പ്രകാശവും ഒക്കെ വരുന്നത്, അത് അല്ലെ ആ സൂര്യൻ, ആ സൂര്യഗോളത്തിനുള്ളിൽ പ്രവേശിച്ച് അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവനാണ് ആര്, ഏറ്റവും ഉന്നതനായ വിദ്യാർത്ഥി. അതുപോലെയാണെന്ത്, പരമസത്യത്തിന്റെ വ്യക്തിഗതമായ രൂപത്തെ സാക്ഷാത്കരിക്കുന്നവനാണ് ആര്, ഭഗവത് ഭക്തന്മാർ. അവരാണ് ഉത്തമരായിട്ടുള്ള ജ്ഞാനികൾ. ഭക്തിയോഗം, അതാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ അവസാനം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. സർവധർമാൻ പരിത്യജ, നീ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നു, ബാക്കിയെല്ലാം കളഞ്ഞേക്കൂ. എന്ത്, മാം ഏകം ശരണം വ്രജ, എന്നെ ശരണം പ്രാപിക്കൂ. ദാറ്റ് ഈസ് ദ മെയിൻ. എന്ത്, ആ ഭഗവാനെ ശരണം പ്രാപിക്കുക. ബാക്കി സംഗതികളൊന്നും എന്ത്, ആ ഭഗവാനിലേക്ക് എത്തില്ല. അവിടെയാണ് ഈ ഭക്തിയോഗത്തിന്റെയും ഭഗവത്ഗീതയും ശരിയായ രീതിയിൽ പഠിച്ചാലുള്ള ഗുണം. ഇപ്പൊ ചുരുക്കത്തിൽ എന്ത്, ഈ സൂര്യപ്രകാശവും സൂര്യബിംബവും സൂര്യഗോളവും തമ്മിൽ വേർപെടുത്താൻ കഴിയില്ലെങ്കിലും അവയെക്കുറിച്ച് പഠിക്കുന്നവര് ഒരേ നിലവാരത്തിലുള്ളവരല്ല. അതേപോലെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിവ ഒരേ സത്യത്തിന്റെ, ഭഗവാൻ എന്ന ഒരേ സത്യത്തിന്റെ വിവിധ തലങ്ങളാണെങ്കിലും ഭഗവാൻ എന്ന പൂർണ്ണരൂപത്തെ മനസ്സിലാക്കുന്നവരാണെന്ത്, പരമോന്നത സാക്ഷാത്കാരം നേടിയവര്. നമ്മൾ പഠിക്കും ഭഗവാൻ എന്താണ് എന്ന്. ആ ഭഗവാൻ എന്ന്, എന്തുകൊണ്ട് കൃഷ്ണ ഭഗവാൻ ഭഗവാനായി എന്ന്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഈവൻ നമ്മളെ സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും പറയുന്നത്, എന്താ പറയുന്നത്, ഈശ്വര പരമാ കൃഷ്ണ. ഈശ്വരൻ ആരാണ്, പരമാ കൃഷ്ണനാണ് ഈശ്വരൻ. സച്ചിദാനന്ദ വിഗ്രഹ സച്ചിദാനന്ദ വിഗ്രഹ, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആളാണ് ആര്, ഭഗവാൻ. അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനാണ് ആര്, ഗോവിന്ദമാതി പുരുഷം തമുഖം വചാമി. ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്.
അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആ ശ്ലോകത്തില് ആ ഭഗവാന്റെ സാന്നിധ്യത്തില് സ്വന്തം ബന്ധുക്കളെ ചൊല്ലിയുള്ള അർജുനന്റെ വിലാപം എന്ത് തികച്ചും അസ്ഥാനത്താണെന്ന് ഭഗവാൻ പറയുകയാണ് അല്ലെ. ഉദാ, എവിടെ നിന്ന് എന്ന വാക്കിലൂടെ, അല്ലെങ്കിൽ അർജുനനില് ഈ ഒരു മാറ്റം മനോഭാവം എങ്ങനെ ഉണ്ടായി എന്ന് ഭഗവാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ജ്ഞാനമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ഈ മാലിന്യം വന്നത്? പിന്നെ ആര്യൻ അത് പറഞ്ഞു. ആര്യൻ എന്നാല് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം അറിയുന്നവനും ആത്മസാക്ഷാത്കാരത്തിൽ അധിഷ്ഠിതമായ സംസ്കാരം പിന്തുടരുന്നവനുമാണ് ആര്? ആര്യൻ. അനാര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്? നേരെ വിപരീതം, ഭൗതിക കാഴ്ചപ്പാടുകളാൽ ജീവിക്കുന്നവരും ഭഗവാൻ വിഷ്ണുവോ അല്ലെങ്കിൽ കൃഷ്ണനോ എന്ന് അറിയാത്തവരും അവരാണ് ആര്? അനാര്യന്മാര്. അവര് ഭൗതിക ലോകമാണ് എല്ലാം, ഈ ജീവിതം കിട്ടിയിരിക്കുന്നത് സുഖിക്കാനാണ്, ഭൗതികമായിട്ട് സുഖിക്കാനാണ് എന്ന് ചിന്തിക്കുന്നവര്. ഇവിടെ കടമയിൽ നിന്നും അർജുനൻ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒരു ക്ഷത്രിയനായിരുന്നു, യുദ്ധം ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. എന്നാല് ആ ധർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്നത് ഭീരുത്വമാണെന്നും അത് അനാര്യന്മാർക്കാണ് ചേർന്നതെന്നും ഭഗവാൻ വ്യക്തമാകുന്നു. നമുക്ക് മൂന്നാമത്തെ ശ്ലോകം, 10 ശ്ലോകം എടുക്കണം ഒരു ദിവസം കരുതിയിരിക്കുന്നത്. നടക്കുമെന്ന് നോക്കാം. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുവത് ഉപദ്യതേ ശുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ടപരം തപ. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപദ്യതേ ശുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ട പരന്തപ. ഹേ പാർത്ഥ, തരംതാണ ഈ ആണത്തയില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ശുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ. ഭഗവാന്റെ പിതാവായിട്ടുള്ള ആര്? വസുദേവരുടെ സഹോദരി കുന്തിദേവിയുടെ മകനാണ് ആര്? അർജുനൻ. അതിനാൽ അർജുനന് ഭഗവാനുമായിട്ട് അടുത്ത രക്തബന്ധമുണ്ടായിരുന്നു. ഒരു ക്ഷത്രിയ പുത്രനാണ് ആര്? അർജുനൻ. ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുകയാണ് എങ്കിൽ എന്തു പറ്റും? അയാള് പേരിന് മാത്രമാണ് ക്ഷത്രിയൻ. അതുപോലെയാണ് എന്ത്? അധർമ്മം പ്രവർത്തിക്കുന്ന ബ്രാഹ്മണനും അല്ലെങ്കിൽ ബ്രാഹ്മണ പുത്രരും എന്ത്? പേരിന് മാത്രം ബ്രാഹ്മണരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജന്മം കണ്ടല്ല ഒരു വ്യക്തിയുടെ വർണ്ണം നിശ്ചയിക്കുന്നത്, കർമ്മം കൊണ്ടാണ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്ത്? ബ്രാഹ്മണരായിട്ട് സത്വഗുണത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് അവസാന അധ്യായങ്ങളില് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ അർജുനൻ ഒരു അയോഗ്യനായ ക്ഷത്രിയ പുത്രനായിട്ട് മാറാൻ ഭഗവാൻ ആഗ്രഹിച്ചില്ല. ഇവിടെ എന്താണ്? കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നിട്ടും ഭഗവാൻ നേരിട്ട് തേര് തെളിയിക്കുന്നുണ്ടായിട്ടും അർജുനൻ യുദ്ധം ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് വലിയ ഒരു അപകീർത്തിക്ക് കാരണമാകും. ഇവിടെ അർജുനന്റെ വ്യക്തിത്വത്തിന് ചേർന്നതല്ല ഈ മനോഭാവമെന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വേണമെങ്കിൽ അർജുനന് വാദിച്ചേക്കാം, എന്ത്? ഭീഷ്മ പിതാമഹനോടും മറ്റു ബന്ധുക്കളോടുമുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ യുദ്ധം ഉപേക്ഷിക്കുന്നതെന്ന്. എന്നാൽ ഭഗവാൻ എന്താണ്? വെറും നിസ്സാരമായിട്ട് പറയുക, എന്ത്? ഇത് നിന്റെ ഹൃദയ ദൗർബല്യമാണ്. നമ്മുടെയൊക്കെ ഹൃദയ ദൗർബല്യം എന്ത്? എനിക്ക് നാമം ജപിക്കാൻ പറ്റില്ല, ഭഗവത്ഗീത വായിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവര് വഴക്കുണ്ടാക്കും, അവര് പിണങ്ങും അല്ലെ. എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടാണ്? ഹൃദയ ദൗർബല്യം കാരണം. അപ്പൊ ഇത്തരം തെറ്റായിട്ടുള്ള ഔദാര്യത്തെയോ അഹിംസയെയോ ഒരു ശാസ്ത്രങ്ങളും അംഗീകരിക്കുന്നില്ല. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിനൊരു ഉപദേശം, ഈ അർജുനനെ പോലെ ഉള്ളവര് അല്ലെങ്കിൽ അത്രയുമുള്ള അറിവുള്ള ഭക്തർ എന്ത് വേണം? ഭഗവാന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശത്തില് ഇത്തരം വ്യാജമായിട്ടുള്ള, അർജുനൻ കാണിക്കുന്ന പോലുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നും ധർമ്മത്തിനായിട്ട് പോരാടണമെന്നും ഭഗവാൻ ഇവിടെ പറയുകയാണ്.
നമ്മളും നമ്മുടെ ധർമ്മം എന്താണ്? നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം സവൈ പുംസാം പരോധർമ്മോ യഥോർ ഭക്തിരഥോക്ഷജേ. സവൈ പുംസാം പരോധർമ്മോ, നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം യഥോർ ഭക്തിരഥോക്ഷജേ, അധോക്ഷജനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി ഉണ്ടാക്കുക. അഹൈത്തുക്യ അപ്രതീയത ഏയാത്മാ സുപ്രസീദതി. അഹൈത്തുക അപ്രതിഹത, അതായത് ഒരു ഡിമാൻഡും വെക്കരുത്. കൃഷ്ണ, നീ എനിക്ക് നാളെ 1,00,000 രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ 2 രൂപ തിരിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ വന്ന് ഒരു പൂവ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഡിമാൻഡും വെക്കാതെയുള്ള ഭക്തി. അതാണെന്ത് നമ്മുടെയും ധർമ്മം എന്ന് പറയുന്നത്. 4ാമത്തെ ശ്ലോകം. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുവി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണനെയും പോലെയുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? അടുത്ത ഒരു ശ്ലോകവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 5ാമത്തെ ശ്ലോകം. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈശ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാനുദിരപ്രതിഗ്ധാൻ. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവനം ജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഒരു സൈനികൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്? അയാൾക്ക് തോന്നാൻ മനസാക്ഷി കുത്തുകൊണ്ടാണെന്ന്. പക്ഷെ എന്നാലും ലോകം എന്താണ് ചെയ്യുന്നത്? അതിനെ ഭീരുത്വം എന്ന് പറയും, അല്ലെ? ഭീരുത്വമായിട്ടേ കാണുന്നു. ഇവിടെ ഭഗവാൻ എന്ത്? ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ് എന്ത് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഇത്രയും ഭീരുവായ രീതിയിൽ പെരുമാറരുത് എന്ന് അർജുനനോട് പറയുകയാണ്. അത് കേട്ടിട്ട് അർജുനന് വലിയ വിഷമം ഉണ്ടാകും. ആ വിഷമത്തിൽ നിന്നാണ് ഈ 2 വാക്കുകൾ വരുന്നത്. ശത്രുനാശകരായ അല്ലയോ മധുസൂദന, ദ്രോണരെയും ഇവരെയൊക്കെ മരിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന ഈ സുഖം എനിക്ക് വേണ്ട. നമ്മളായാലും നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കാം, പക്ഷെ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക നീ അതിനു വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് എന്തോരം ദേഷ്യമുണ്ടാകും, എന്തോരം അമർഷമുണ്ടാകും. അപ്പൊ നമ്മൾ തിരിച്ചു പറയും. ഇതേപോലെയാണ് അർജുനന്റെയും മനസ്സിലുള്ളത്. നീ ആണെങ്കിൽ നിന്റെ ഗുരുവായിട്ടുള്ള സാന്ദീപിനി മഹർഷിയെ കൊല്ലുവോ ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ? അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛന് നേരെ നീ അമ്പെടുക്കുവോ? അപ്പൊ അത്രയും അമർഷം കൊണ്ടാണ് എന്ത് അർജുന അവിടെ അങ്ങനെ പറയുന്നത്. ഈ 4-5 ശ്ലോകത്തിൽ അത്രയും അമർഷമാണ്, അർജുനന്റെ അമർഷമാണ് ഇവിടെ പ്രകടമാകുന്നത്. കാരണം അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നൊരു തോന്നല്. എന്ത് കാരണം കൊണ്ടാ? ഒന്ന്, യുദ്ധം ചെയ്യുക, സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും വധിക്കേണ്ടി വരിക. പിന്നെയോ 3 രീതിയിൽ 3 വഴികളാണ് ആരുടെ മുന്നിലുള്ളത്? അർജുനന്റെ മുന്നിലുള്ളത്. അവയെല്ലാം പരാജയങ്ങളുമാണ്. ഒന്നെന്താ? ഒന്ന് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ബന്ധുക്കളും ഗുരുക്കന്മാരും എല്ലാം മരിക്കും. പിന്നെയോ യുദ്ധം ചെയ്യാതിരിക്കുക. താൻ മാത്രമല്ല തന്റെ കുടുംബവും തന്നെ വിശ്വസിച്ചു എന്നവരും എല്ലാം എന്താണ്? ശത്രുക്കളാല് കൊല്ലപ്പെടും. 3, യുദ്ധം ചെയ്യാതെ ജീവിക്കുക. എങ്ങനെയാണ്? ദാരിദ്ര്യത്തിലും അപമാനത്തിലും അഭയാർത്ഥിയായി കഴിയേണ്ടി വരിക. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്ത് ചെയ്താലും അത് ദുരന്തമായിരിക്കും എന്ന നിസ്സഹായ അവസ്ഥയിലാണ് ആര് നിൽക്കുന്നത്? അർജുനൻ നിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചാൽ പറയും അതൊക്കെ കുഴപ്പമില്ല എന്ന്. പക്ഷെ ആ അപമാന ഭാരത്തോടെ ജീവിക്കേണ്ടി വരുന്നത് അത്ര എളുപ്പമാണോ? അല്ല, അല്ലെ? അത് മാത്രമല്ല, കൗരവര് വീണ്ടും വീണ്ടും തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ഭയത്തോടുകൂടി അവർക്ക് കഴിയേണ്ടി വരും. ചുരുക്കത്തില് ഈ അർജുനന്റെ മുന്നിലുള്ള വഴികളെല്ലാം എന്ത് ഭയാനകമാണ്. അർജുനൻ തന്റെ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ ഈ യുദ്ധം ജയിച്ചാലും എനിക്ക് സ്വർഗം ലഭിച്ചാലും അതുകൊണ്ട് എന്താണ് കൃഷ്ണ പ്രയോജനം? ഇതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ഈ ഒരു അവസ്ഥയിലാണ് അർജുനൻ എന്ത് തന്റെ വിവേകത്തിലേക്ക് തിരിയുന്നത്. എന്താണ് ധർമ്മം? അല്ലെ? ഏതാണ് ശരിയായിട്ടുള്ള വഴി?
നമ്മളായി കഴിഞ്ഞാലും ശരി തന്നെ. എന്താണ്, ഈ കുട്ടികളോടൊക്കെ പഠിക്കാൻ പറയും. അവരോടൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കത്തില്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുന്നത്? അവസാനം. ഒരു സമയത്ത് അവർ ചിന്തിക്കും, അന്ന് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത്. എന്ത് വേണം? മനസ്സും ബുദ്ധിയും കൂടി ഒരുപോലെ പ്രയോജനപ്പെടുത്തണം. ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചിന്തിക്കുന്നത്? അർജുനൻ അതേപോലെയാണ്. ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? ഇവരെ കൊന്നിട്ട് എനിക്ക് എന്താണ് കിട്ടുന്നത്? അതുകൊണ്ടാണ് അർജുനൻ ചോദിക്കുന്നത്, എന്ത്? ഇവിടെ ധർമ്മം എന്നാൽ എന്താണ്? ഏതാണ് ശരിയായ വഴി? ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള കാര്യം എന്താണ്? എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല മുന്നില്. ഇപ്പം പാശ്ചാത്യ ലോകത്തായി കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികളായാലും എല്ലാവരും അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്കെല്ലാം ചെറുപ്പത്തിലേ ഇതെല്ലാം ലഭിക്കുന്നു. അവരും ഈ അമിതമായിട്ടുള്ള ഇതെല്ലാം ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ള ശൂന്യത അവരെ പിന്തുടരുന്നു. നമ്മുടെ ഈ അവസ്ഥ അതാണ്. കാരണം എന്താ? അവർക്ക് ഈ ജീവിതത്തിലെ ലക്ഷ്യമോ അർത്ഥങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രതിസന്ധി എന്ന് പറയുന്നത്. അസ്തിത്വ പ്രതിസന്ധി. അസ്തിത്വം, നമ്മുടെ അസ്തിത്വത്തെ കുറിച്ചുള്ള അജ്ഞത, അതിൽ നിന്ന് വരുന്ന പ്രതിസന്ധി. ഇനി എന്ത്? കാരണം എന്തുകൊണ്ടാ? നമ്മൾ ശരിയായ രീതിയിലുള്ള പ്രവൃത്തി, ധർമ്മമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ അർജുനൻ അന്ന് യുദ്ധക്കളത്തിൽ അനുഭവിച്ച അതേ മാനസികാവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. പലരും എന്ത് ചെയ്യും? എന്ത് പ്രതിസന്ധി ഉണ്ടാവുന്ന സമയത്തും ഓടിപ്പോയി ആത്മഹത്യ ചെയ്യും. അതാണ് അവസാന പോൻവഴി എന്ന് പറയുന്നത്. പക്ഷെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം. പിന്നീട് ദുരിതം തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞത. ഇവിടെ എന്തുണ്ട്? പരിഹാര മാർഗമുണ്ട്. ആര്? ഭഗവാൻ ഇതിനെല്ലാം പരിഹാരം നൽകുന്നുണ്ട്. ആ ഭഗവാനോട് ചോദിച്ചാൽ എന്തിനും പരിഹാരം ഉണ്ടാകും. ഇവിടെ അർജുനനും അതാണ് ചെയ്തത്. ഇവിടെ ശാസ്ത്രം അനുസരിച്ച് അർജുനൻ ഒരിക്കലും ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ട. കാരണം എന്താണ്? ശാസ്ത്രങ്ങളനുസരിച്ച് ആദരണീയനായിട്ടുള്ള ഒരു ഗുരുവായാലും പോലും അദ്ദേഹം അധർമ്മം പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ വിവേകശൂന്യനായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഭീഷ്മപിതാമഹനും ദ്രോണരും എല്ലാം എന്താണ്? ആ ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചിരുന്നാല് അദ്ദേഹത്തിന്റെ പക്ഷത്ത് ചേർന്ന് യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി. അവരും എന്താണ്? ഈ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അധർമ്മത്തിന്റെ പക്ഷം ചേർന്നതിലൂടെ അവർക്ക് ഗുരുവായിരിക്കേണ്ട എല്ലാ പദവിയും അവർക്ക് നഷ്ടമായി എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അർജുനന്റെ കാഴ്ചപ്പാടെന്ത്? എങ്കിലും അവർ തന്റെ ഗുരുക്കന്മാരും വന്ധ്യ വയോധികരുമാണെന്ന് അർജുനൻ കരുതി. അവരെ വധിച്ചു നേടുന്ന ഒരു രാജ്യമോ ഭൗതിക സുഖങ്ങളോ ഒക്കെ രക്തം പുരണ്ടതാണെന്നും അത്തരം നേട്ടങ്ങളെക്കാൾ നല്ലത് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതാണെന്നും അർജുനൻ കരുതി. അർജുനന് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും പറഞ്ഞു. ഒരിക്കലും ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ പറയില്ല എന്ത് ഇന്നത്തെ കാലത്ത് ഞാൻ ഭിക്ഷാടനം ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന്. അദ്ദേഹത്തിന്റെ ആ മനസ്സ് അത്രയും നല്ലതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ശിഷ്യനാവാനുള്ള യോഗ്യതയുണ്ട്. 6ാമത്തെ ശ്ലോകം നോക്കാം. നൈ ചൈതതി കരതരനോ ഗിരിയോ യദ്വാ ജയേമയതി വാനോ ജയേയു യാനേവ ഹത്വാന ജിജീവ വിഷാമ അസ്തേ അവസ്ഥിതാ പ്രമുഖേ ധാർതരാഷ്ട്ര. നൈ ചൈതദിത്മ കതരന്നോ ഗരിയോ യദ്വാ ജയേമയതി വാനോ ജയേയു യാനേവ ഹത്വാന ജിജീവിഷാമ അവസ്ഥ പ്രമുഖേ ധാർതരാഷ്ട്ര. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എങ്കിലും അവരിപ്പോഴ് ഈ യുദ്ധത്തിനായി നമ്മുടെ മുന്നില് നിൽക്കുന്നു.
ഇവിടെ യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയന്റെ കടമയാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഹിംസ ഒഴിവാക്കാൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നതിനെ കുറിച്ചാണ് അർജുനൻ ചിന്തിക്കുന്നത്. അപ്പം ശത്രുക്കളെ തോൽപ്പിച്ചില്ലെങ്കിൽ ഭിക്ഷാടനം മാത്രമാണ് ഏകപ്പോം വഴി. എന്നാൽ പോലും യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് ഉറപ്പില്ല. ജയിച്ചാൽ തന്നെയും ഈ ധൃതരാഷ്ട്രപുത്രന്മാരുടെ മരണശേഷം സഹോദരങ്ങളെ കൊന്നതിന് ശേഷം ജീവിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പരാജയമാണ് എന്ന് അദ്ദേഹം കരുതി. അപ്പം അർജുനന്റെ ഈ പ്രവൃത്തികളെല്ലാം അല്ലെങ്കിൽ ഈ ചിന്തകള് അദ്ദേഹം ഒരു ഉത്തമ ഭക്തൻ മാത്രമല്ല, മനോനിയന്ത്രണമുള്ള ഒരു ജ്ഞാനിയാണെന്ന് കൂടി തെളിയിക്കുന്നു. എന്തുകൊണ്ടാ? രാജകുടുംബത്തിൽ ജനിച്ചിട്ടും ഭിക്ഷാടനം നടത്തി ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധത ആ ഡിറ്റാച്ച്മെന്റ് വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ്. ഇപ്പം മോക്ഷത്തിനായിട്ടുള്ള യോഗ്യതയും ഉണ്ട് അർജുനന്. അതാണ് ഇവിടെ എടുത്തു കാണി. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ദ്രിയ നിയന്ത്രണമില്ലാതെ അറിവിലേക്കോ ഭക്തിയിലേക്കോ ഉയരാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളെ, ഭൗതിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ശരിയായിട്ടുള്ള അറിവിലേക്കോ ഭക്തിയിലേക്കോ ഉയരാൻ സാധിക്കില്ല. അർജുനൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ഭഗവാന്റെ വാക്കുകളിൽ വിശ്വസിക്കാനും പ്രാപ്തനായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത്. അതിനാൽ അദ്ദേഹം മോക്ഷത്തിന് തികച്ചും യോഗ്യനാണെന്ന് ഈ ഗുണങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വിവേകം, ആ ഭൗതികമായിട്ടുള്ള നേട്ടത്തെക്കാള് ധർമ്മത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന മനസ്സ്. പിന്നെയോ ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം, രാജ്യസുഖങ്ങൾ ഉപേക്ഷിച്ച് ഭിക്ഷാടനത്തിന് പോലും തയ്യാറാവുന്ന മനോഭാവം. മോക്ഷത്തിനുള്ള യോഗ്യത, ഇന്ദ്രിയ നിയന്ത്രണവും പിന്നെയോ ഭഗവാനിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും. അതാണ് ഇമ്പോർട്ടന്റ്. മോക്ഷത്തിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പിന്നെയോ ഭഗവാനില് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഇവിടെ 7ാമത്തെ ശ്ലോകം നമ്മൾ സറണ്ടർ ആവേണ്ട രീതിയിൽ അർജുനൻ പറയാണ്. എന്താണ്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വം ധർമ്മ സമ്മൂഢചേത യശ്രേയശ്ചാനിജിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാദിമാം ത്വം പ്രപന്നം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ, ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയില് എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. അർജുനൻ എല്ലാം ഉപേക്ഷിച്ച് അമ്പും വില്ലുമൊക്കെ തറയെ വെച്ചിട്ട് ഭഗവാന് സറണ്ടർ ആവുകയാണ്, ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അപ്പം ഭൗതിക ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഏക മാർഗമാണ് ഈ ഭാഗത്തിലുള്ളത്. ജീവിതത്തിന് ഒളിച്ചോട്ടമോ ആത്മഹത്യയോ ഒന്നുമല്ല. ഭഗവാനിൽ സറണ്ടർ ആവുക, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഗുരുവിന്റെ മുന്നിൽ ചെന്നിട്ട് സറണ്ടർ ആവുക. അദ്ദേഹം പറഞ്ഞു തരും. നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് കൊണ്ട്, ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് നഷ്ടം? നമുക്ക്. എത്ര നാളാണോ ഭഗവാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ശ്വാസം നമ്മൾ ഇല്ലാതാക്കുകയാണ്, ആ ശരീരം നമ്മൾ ഇല്ലാതാക്കുകയാണ്. പിന്നെ എത്ര ശ്വാസത്തിലാണോ നമ്മൾ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നിരിക്കുന്ന സമയം, അത്രയും സമയവും ഈ ശരീരമില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. എങ്ങനെയാണോ ഒരു മുറിക്കുള്ളിൽ ഒരാളെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, അതേ അവസ്ഥയായിരിക്കും ആത്മഹത്യ ചെയ്യുന്ന ഓരോ ജീവാത്മാവിനും നേരിടേണ്ടി വരിക. അതുകൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ്, മണ്ടത്തരമാണ്. കാരണം ആ പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം, പറഞ്ഞു വന്നതിന്റെ പുറത്ത് പറയാണ്, ഈ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങുന്ന പ്രശ്നങ്ങളല്ല, അല്ലേ? എങ്ങനെയാണോ കാട്ടുതീ ആളിപ്പടരുന്നത്, അതുപോലെയാണ് പ്രശ്നങ്ങൾ വന്ന് നമ്മളെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അവസ്ഥയിൽ എന്താണ് മാർഗം? അതിൽ നിന്ന് രക്ഷപ്പെടാൻ
എന്താണ് ശരിയായ മാർഗം? ശരിയായ ഒരു ആത്മീയ ഗുരുവിനെ സമീപിക്കുക. അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ആത്മീയത, നമ്മൾ സ്പിരിച്വൽ സോൾസ് ആണ്. നമ്മൾ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ ഭാഗവതം, ഭഗവത്ഗീത, വേദങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കാൻ. ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഒക്കെ എന്തിന്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയത്തെ സൂചിപ്പിക്കാൻ. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നമ്മുടെ ശരീരം ഭൗതികമാണ്. അതൊരു ദിവസം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. അതിന്റെ പർപ്പട്ടില് ഭഗവത്ഗീത ഉണ്ടായാൽ വായിച്ചാൽ അറിയാം. അതിൽ കൃപണനും ബ്രാഹ്മണനും എന്ന് പറയുന്നുണ്ട്. കൃപണൻ എന്ന് പറയുന്നത് മനുഷ്യജന്മം എന്ന വിലപ്പെട്ട അവസരം ലഭിച്ചിട്ടും അത് ആത്മസാക്ഷാത്കാരത്തിനായിട്ട്, മോക്ഷത്തിനായിട്ട് ഉപയോഗിക്കാതെ മൃഗങ്ങളെ പോലെ മരിക്കുന്നവനെ എന്ത് പറയുന്നത്? കൃപണൻ എന്ന് പറയുന്നു. അവൻ തന്റെ കുടുംബം, രാജ്യം, ശരീരം എന്നിവയോടുള്ള അമിതമായ മോഹത്തില് സമയം പാഴാക്കുന്നു. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് എന്താണ്? ഗൃഹമേധികൾ എന്നാണ് പറയുന്നത്. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, കഴിക്കുന്നു, വൈകുന്നേരം എന്താണ് മറ്റു പരിപാടികളിൽ ഏർപ്പെടുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ പോകുന്നു, വേറെ ഒരു പണിയുമില്ല. അവരും മൃഗങ്ങളുമായിട്ട് എന്ത് വ്യത്യാസം? മൃഗങ്ങള് പരസ്യമായിട്ട് പലതും ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് മുറിക്കകത്തിരുന്ന് ചെയ്യുന്നു. ഈ രണ്ട് വ്യത്യാസമേ. വ്യത്യാസം വരണമെങ്കിൽ എന്ത് വേണം? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കണം. എങ്കിലേ ഒരു മനുഷ്യനാവൂ. ഈ ശരീരം ഉപയോഗിച്ച് ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയാണ് ആര്? ബ്രാഹ്മണൻ. ദിസ് ഈസ് നോട്ട് ഒരു ജാതിയല്ല, ഇത് കർമ്മം കൊണ്ടാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ എല്ലാം എടുത്തു പറയുന്നുണ്ട്. ആരാണോ കർമ്മം കൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അവര് ബ്രാഹ്മണൻ. ഇവിടെ അർജുനന്റെ ശരണാഗതി, തന്റെ ബന്ധുക്കളോടുള്ള സ്നേഹം കാരണം ആ ധർമ്മം ചെയ്യാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു. ആ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട സമയത്ത് അർജുനൻ എന്താണ്? ആ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കുന്നു. അതുവരെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്ന അവര് തമ്മില് ബന്ധം അതോടെ എന്തായി? ആ ഒരു ഗുരുശിഷ്യ ബന്ധമായിട്ട് മാറുന്നു. അപ്പം ശരണാഗതി ഭഗവാനോട് പറയുകയാണ്, എല്ലാം ഉപയോഗിച്ചു ഭഗവാനെ ഇനി എന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അത് അങ്ങനെയാണ് വേണ്ടത്. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഒരു ഭക്തനാണ് എങ്കിൽ എന്ത് ബുദ്ധിമുട്ട്, പൈസയുടെ ബുദ്ധിമുട്ട്, ജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്ത് വന്നാലും എന്ത് വേണം? സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അന്നേരമാണ് വീണ്ടും വീണ്ടും നമ്മൾ പ്രശ്നത്തിൽ പോകുന്നത്. ഭഗവാന് വിട്ടുകൊടുത്തിട്ട് പറയാ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ജീവിതത്തിൽ ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കെന്താണ്? ജീവിതത്തിലെ കുഴപ്പങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്ത്? ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അറിവ് മാത്രം പോരാ. പിന്നെയോ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ശിഷ്യനായിട്ട് നമ്മൾ സ്വയം സമർപ്പിക്കുമ്പോഴാണ് എന്ത്? യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. നമ്മളെല്ലാം പറയും ഗുരുവിനെ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ അർജുനൻ ആരാണ്? കൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. അതേ കൃഷ്ണന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു ഗുരുവിനെ നമ്മളും സ്വീകരിക്കണം. ഗുരുവില്ലാതെ ഭഗവാനെ കിട്ടില്ല. എട്ടാമത്തെ ശ്ലോകം. നഹി പ്രവിശ്യാമി മമാവനുധ്യാത് യച്ഛേകമുച്ഛേഷണമിന്ദ്രിയാണം അവാപ്യ ഭൂമാവസത്രിമൃദ്ധം രാജ്യം സുരാണാമഭിചാതിപദ്ധ്യമാ. ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ സാധിക്കില്ല. അർജുനൻ വീണ്ടും പറയുകയാണ്. എന്താണ്? അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും കാണുന്നില്ല അദ്ദേഹം ചിന്തിച്ചിട്ട്, അല്ലെ? അതുകൊണ്ടാണ് എന്ത്? ഭഗവാന് ശരണാഗതി പ്രാപിക്കുന്നത്. അപ്പം സ്വർഗത്തിൽ ലഭിക്കുന്നത് പോലുള്ള എന്ത് പരമാധികാരം എനിക്ക് ഇവിടെ ലഭിച്ചാലും എന്ത്? ആ ദുഃഖത്തെ അകറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്.
നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അറിവ് അല്ലെങ്കിൽ സ്കൂളുകൾ കോളേജുകളൊക്കെ തരുന്ന അറിവ് അല്ലെങ്കിൽ പരമ്പര വഴി വരാത്ത ഒരു ഗുരു തരുന്ന അറിവിനൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം അർജുനെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും വലിയ അറിവുള്ളവനായിരുന്നു. എങ്കിലും ആ തന്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന വിഷാദത്തെ മാറ്റാൻ ആ അറിവ് സഹായിച്ചില്ല. ആർക്കും അതിന് കഴിയില്ല. ഒരു ശരിയായ പരമ്പരയിലെ ഗുരുവിനും ഭഗവാനും അല്ലാതെ ആർക്കും ആ ഹൃദയത്തില് ആ മുറിവ്, ആ വിഷാദത്തെ ദഹിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ആ ഹൃദയാന്തർഭാഗത്താണ് പരമാത്മരൂപേണ ഭഗവാൻ ഇരിക്കുന്നത്. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച വിജ്ഞാനമോ പണ്ഡിത വേഷമോ ഉയർന്ന പദവിയോ കൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. 100% കൃഷ്ണാവബോധമുള്ള ഒരു ഗുരുവിന് മാത്രമേ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പൊ ആരാണ് യഥാർത്ഥ ഗുരു? മഹാപ്രഭു പറയുന്ന എന്താണ്? പത്മപുരാണത്തിന്റെ ഒക്കെ വചനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മഹാപ്രഭു ഗുരുവിന്റെ യോഗ്യതകളെ വിശദീകരിക്കുന്നു. ജാതിയോ കുലമോ പ്രധാനമല്ല. ഒരാള് ബ്രാഹ്മണനോ സന്യാസിയോ താഴ്ന്ന കുലത്തിൽ ജനിച്ചവനോ ആകട്ടെ, അയാൾക്ക് കൃഷ്ണതത്വത്തെ കുറിച്ച്, സയൻസ് ഓഫ് കൃഷ്ണ അറിവുണ്ടെങ്കിൽ അയാൾക്ക് ഗുരുവാകാം. ബിക്കോസ് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അറിയാം അബ്സല്യൂട്ട് ട്രൂത്ത്, അല്ലെങ്കിൽ പരമപുരുഷൻ കൃഷ്ണനാണ്. അവരൊറ്റ അറിവ് മതി, അദ്ദേഹത്താരാം ഗുരുവാകാം. അതിൽ വൈഷ്ണവതത്വം പ്രധാനം. എല്ലാ വേദങ്ങളിലും മന്ത്രങ്ങളിലും അറിവില്ല ഒരു ബ്രാഹ്മണനാണെങ്കിൽ പോലും അയാള് വിഷ്ണു ഭക്തൻ അല്ലെങ്കിൽ ഗുരുവാകാൻ യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. ഗുരുക്കന്മാർ ഒരുപാടുണ്ട്, ഞാൻ അവരെ അല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ എല്ലാ ഉദ്ദേശം മോക്ഷം. ആ മോക്ഷപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ട് ആർക്കാണ്? വൈഷ്ണവർക്ക് മാത്രമേ സാധിക്കൂ. അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പം ഇവിടെ പറയുന്നത് എല്ലാ വേദങ്ങളിലും മന്ത്രങ്ങളിലും അറിവുള്ള ഒരു ബ്രാഹ്മണനാണെങ്കിൽ പോലും അയാൾ വിഷ്ണു ഭക്തനല്ല എങ്കിൽ ഗുരുവാകാൻ യോഗ്യനല്ല. എന്നാൽ കൃഷ്ണഭക്തനായ ഒരു വ്യക്തി താഴ്ന്ന കുലത്തിൽ ജനിച്ചാലും ഗുരുസ്ഥാനത്തിന് അർഹനാണ്. ഇവിടെ ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ആ മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള ദുഃഖങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പം ആ ഒരു സത്യം, പരമസത്യം അർജുനൻ ഇവിടെ തുറന്നു പറയുകയാണ്. ആ ഭൂമിയിലെ മുഴുവൻ സമ്പത്തും സ്വർഗത്തിലെ ആധിപത്യവും ലഭിച്ചാൽ പോലും തന്റെ ഹൃദയത്തെ ആ കാർന്ന് തിന്നുന്ന വിഷാദം മാറില്ല എന്ന് അർജുനൻ ഒരു തിരിച്ചറിവ്. ഇതെല്ലാം നമ്മുടെ അവസ്ഥയാണ്. ഇവിടെയാണ് ഭൗതികതയ്ക്ക് അപ്പുറം, അതിനപ്പുറം എന്തോ ഉണ്ട്. ആ ജ്ഞാനത്തിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതികതയ്ക്ക് അപ്പുറം ആത്മജ്ഞാനം, ആത്മീയ ജ്ഞാനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കേണ്ടത്. ഭൗതിക ലോകത്തിലെ ഭൗതിക സുഖങ്ങളും ദുഃഖ നിവാരണവും. ഭൗതികതയിൽ എന്താണ് ഏറ്റവും വലിയ ദുഃഖം? ജന്മ മൃത്യു ജരാവ്യാധി, ജനനം, വാർദ്ധക്യം, രോഗം, മരണം. ഇത്രയും കാര്യങ്ങളെ, എത്ര ഭൗതിക പ്രശ്നങ്ങളെ, ഈ ഭൗതിക പ്രശ്നങ്ങളെ എത്ര സമ്പത്തുണ്ടോ അല്ലെങ്കിൽ എത്ര സുഖസൗകര്യങ്ങൾ കൊണ്ടോ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈവൻ എത്രയോ പേര്, അല്ലെ, ഈവൻ മൈക്കിൾ ജാക്സൺ പോലും 5-6 ഡോക്ടർമാരെ കൂടെ കൊണ്ട് നടന്നിരുന്നതാണ് മരിക്കാതിരിക്കാൻ. എന്നിട്ടും 50-51 വയസ്സില് മരിച്ചുപോയി. ലോകത്ത് എത്ര സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളായാൽ പോലും അവിടെയും ജനങ്ങൾക്ക് സമാധാനമില്ലാതെ അലയുകയാണ്. അർജുനൻ എന്താണ് പറയുന്നത്? ആ ഭൂമിയിലെ എതിരില്ലാത്ത രാജ്യഭരണമോ സ്വർഗത്തിലെ ആധിപത്യമോ ലഭിച്ചാൽ പോലും എന്റെ ദുഃഖം മാറില്ല. കാരണം ആ ഭൗതിക ദുഃഖമാണ്. അതിന് പരിഹാരം ആത്മജ്ഞാനം. ഞാൻ ഈ ശരീരമല്ല ആത്മാവ് എന്നുള്ള തിരിച്ചറിവ് 2-ാം അധ്യായത്തിലെ മൊത്തവും ഭഗവാൻ പറഞ്ഞു നൽകുകയാണ്. അപ്പം ഈ ഭൗതികമായിട്ട് നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങള്, വീട്, നമ്മളൊരു ജീവിതകാലം മുഴുവൻ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമ്പത്തും ആരോഗ്യവും കളയുന്നു, അല്ലെ? വസ്തുവകൾ മേടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കളയുന്നു, പൈസയുടെ പുറകിൽ പോകുന്നു. ഇതൊക്കെ ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭമോ, അല്ലെ, ഒരു കൊറോണയോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലും ഭൂകമ്പമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നശിച്ചു പോകും, അല്ലേ? അല്ലെങ്കിൽ കാലചക്രം മൂലമോ ഏത് നിമിഷവും ഇതില്ലാതാകാം. ഈവൻ പുണ്യം ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് സ്വർഗത്തിൽ വരെ പോകാം, അതിനപ്പുറം പോകാൻ പറ്റില്ല. അടുത്ത ജന്മം അവിടെ പോയാലും തിരിച്ചു വരാം.
അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെ പോവാം, അവിടെ പോയാലും തിരിച്ചു വരാം, സ്വർഗത്തിൽ പോയാൽ എന്ത് കിട്ടുമെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വരുന്ന ശ്ലോകങ്ങൾ. എന്താണ്? ക്ഷീണേ പുണ്യേ മധ്യലോകം വിശന്തി. ആ ചെയ്ത പുണ്യത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ ഇവിടെ ചെയ്ത പുണ്യത്തിന്റെ കാലാവധി കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും താഴെ വരേണ്ടി വരും. അബ്രഹ്മ ഉപനാർലോക പുനരാവർത്തനോ അർജുന. ബ്രഹ്മലോകം വരെ പോയാലും അർജുന നീ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരും. പക്ഷെ അതെന്താണ് വേണ്ടത്? അതിനും അപ്പുറം പോകണം. അതിനു വേണ്ടിയാണ് ഈ മനുഷ്യ ശരീരം, മനുഷ്യ ജന്മം. അപ്പൊ ഈ ദുഃഖങ്ങളെയൊക്കെ പരിഹരിക്കാൻ എന്താണ്? കൃഷ്ണാവബോധം. ദുഃഖങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അർജുനനെ പോലെ എന്ത് വേണം? കൃഷ്ണനെ ശരണം പ്രാപിക്കുക. അത് ഏർക്ക് പോകും. ഭഗവത്ഗീതയും ഭാഗവതവുമാണെന്ത്? ഇതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം. അതിനാണ് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു യഥാർത്ഥ കൃഷ്ണഭക്തനിലൂടെ ഈ ജ്ഞാനം സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കൂ. ചുരുക്കത്തില് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിലെ സങ്കീർണതകളിൽ നിന്ന് മോചനം നേടി ശാശ്വതമായ സമാധാനം ലഭിക്കാൻ കൃഷ്ണ തത്വം അറിയുന്ന ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കുകയാണ് വേണ്ടത്. 9ാമത്തെ ശ്ലോകം. ഏവ മുക്താ ഹൃഷീകേശം ഗുഡാകേശ പരം തവ നയോരസ്യ ഇതി ഗോവിന്ദ മുക്താ തൃഷ്ണം ബഭുവഃ. സഞ്ജയൻ പറഞ്ഞു. എന്താണ്? ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ, സഞ്ജയനാണ് പറയുന്നത്, ഏവമുക്ത ഋഷികേശം ഗുഡാകേശ പരന്തപ നയോരസ്യേ ഇതി ഗോവിന്ദ മുക്ത തുഷ്ണീ ബഭുവ. അതായത് ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു. ഇതിന് ധൃതരാഷ്ട്ര പ്രതീക്ഷയാണ് അർജുനന്റെ മറുപടിയും. ധൃതരാഷ്ട്ര സന്തോഷിക്കുകയാണ്. അതിനു മുമ്പെല്ലാം കേട്ട സമയത്ത് അർജുനൻ യുദ്ധം ചെയ്യില്ല, അമ്പും വില്ലും എല്ലാം എടുത്തെറിഞ്ഞു, ഭിക്ഷാടനം നടത്തിയൊക്കെ ജീവിച്ചോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉള്ളാലെ സന്തോഷിച്ചിരിക്കാൻ പുള്ളി. അർജുനൻ പിന്മാറിയാല് അവരുടെ പുത്രന്മാർ ജനിക്കുമെന്നൊക്കെ അദ്ദേഹം കരുതിയിരിക്കുമ്പോഴാണ് സഞ്ജയന്റെ മുന്നറിയിപ്പ്. സഞ്ജയൻ വെറുതെ കൊട്ടുകൊടുക്കുകയാണ്. എന്താണ്? പരന്തപ എന്നാണ് ഇവിടെ പറയുന്നത്, ശത്രുക്കളെ ദഹിപ്പിക്കുന്നവൻ. അപ്പൊ അർജുനൻ കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ സ്നേഹം മൂലം താൽക്കാലികമായി തളർന്നിരിക്കുന്നെങ്കിലും ശത്രുക്കളെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള യോദ്ധാവ് തന്നെയാണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ ഓർമ്മിപ്പിക്കുകയാണ്. പരംതപ, ശത്രുക്കളെ ദഹിപ്പിക്കുക എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട്. പിന്നെ അർജുനന്റെ മാറ്റം, ശരണാഗതി. അർജുനൻ തന്റെ വിഷാദം മാറ്റാൻ കൃഷ്ണനെ ഗുരുവായി സ്വീകരിച്ച് ശിഷ്യനായി സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഭഗവാൻ നൽകുന്ന ആത്മജ്ഞാനം ലഭിക്കുന്നതോടെ അർജുനന്റെ മിഥ്യയായ ദുഃഖവും കുടുംബത്തോടുള്ള അമിതമായ മോഹവും ഇല്ലാതാകും. യുദ്ധത്തിലേക്കുള്ള തിരിച്ചുവരവ്. ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അർജുനൻ തന്റെ ധർമ്മം തിരിച്ചറിയുകയും പൂർണ്ണ വീര്യത്തോടെ യുദ്ധം ചെയ്യുകയും ചെയ്യും. ചുരുക്കത്തില് ആ യുദ്ധം ചെയ്യില്ല അല്ലെങ്കിൽ അർജുനൻ യുദ്ധം ചെയ്യില്ലെന്ന ധൃതരാഷ്ട്രരുടെ സന്തോഷം താൽക്കാലികം മാത്രമാണ്. കൃഷ്ണൻ അർജുനനെ ജ്ഞാനിയാക്കി മാറ്റുമെന്നും അതോടെ തന്റെ പുത്രന്മാരുടെ നാശം ഉറപ്പാണെന്നും സഞ്ജയൻ പറയാതെ പറയുകയാണ് ഇവിടെ. 10ാമത്തെ ശ്ലോകം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവാ ഭാരത സേനയോരുഭയോർ മധ്യേ വിഷീദന്തമിതം വച. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു. ഒരു മന്ദഹാസം, ഒരു കളിയാക്കലിലൂടെ. എന്താണ്? ഇതിപ്പോ ശിഷ്യനായി, ഇനിയിപ്പം എന്തും പറയാം. ഇനി മുതല് ഭഗവാൻ അടി തുടങ്ങുകയാണ് അർജുനനിട്ട്. ഈ ദുഃഖിച്ചിരുന്നതിനും ഇത്രയൊക്കെ അവന് ചേരാത്ത വാചകങ്ങളൊക്കെ പറഞ്ഞതിനുമൊക്കെ ഭഗവാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളെ പോലെ നമ്മളെങ്ങനെയാണോ നമുക്ക് ആത്മജ്ഞാനം നൽകുകയാണ് ആര്? ഭഗവാൻ. അതുവരെ സുഹൃത്തായിരുന്ന 10ാം ശ്ലോകത്തോടെ ഗീതയിലെ യഥാർത്ഥ ഉപദേശം ആരംഭിക്കുകയാണിത്. അതുവരെ സുഹൃത്തായിരുന്ന കൃഷ്ണനെ അർജുനൻ ഗുരുവായിട്ട് സ്വീകരിച്ച നിമിഷം. അതുകൊണ്ട്
ആ ഭഗവാന്റെ മുഖത്ത് മന്ദഹാസം. നീ ഇത്രയും നേരം വലിയ വാചകമൊക്കെ പറഞ്ഞ് അവസാനം എൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വന്നു അല്ലേ? ആ സുഹൃത്തിൽ നിന്ന് ഗുരുവിലേക്കുള്ള മാറ്റം. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് മാറിയതെന്നും ആ ഭഗവത്ഗീതയുടെ സാർവലൗകികത എന്താണെന്നും ഈ ഭാഗം വിശദീകരിക്കുന്നു. ഇവിടെ ഓരോ പേര് വിളിക്കുമ്പോഴും അതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഋഷികേശനും ഗുഡാകേശനും. കൃഷ്ണൻ എന്താണ്? ഋഷികേശൻ, ഇന്ദ്രിയങ്ങളുടെ നാഥനെന്നും, അർജുനനെ ഗുഡാകേശൻ, ഉറക്കത്തെ അജ്ഞതയെ ജയിച്ചവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുവരെ അവരെന്താണ്? അടുത്ത സുഹൃത്തുക്കളെ പോലെ തുല്യരായി എന്ന് സംസാരിച്ചിരുന്നത്. എന്നാല് അർജുനൻ എന്താണ്? സ്വമനസ്സാലെ കൃഷ്ണനെ ഗുരുവായിട്ട് സ്വീകരിച്ചതോടെ ആ ഒരു ബന്ധം ഗുരുശിഷ്യ ബന്ധമായിട്ട് മാറി. പിന്നെ ഭഗവാന്റെ മന്ദഹാസം. തന്റെ സുഹൃത്ത് ഇപ്പോൾ ഒരു ശിഷ്യനായി മാറിയത് കണ്ട് ഭഗവാൻ ചിരിച്ചു. എല്ലാവരുടെയും നാഥനാണെങ്കിലും തന്റെ ഭക്തന്റെ ആഗ്രഹപ്രകാരം സുഹൃത്തായോ മകനായോ കാമുകനായോ ഒക്കെ മാറാൻ ഭഗവാൻ തയ്യാറാകുന്നു. എന്നാൽ അർജുനൻ കൃഷ്ണനെ ഗുരുവായി സ്വീകരിച്ച നിമിഷം അദ്ദേഹം ഒരു ഗുരുവിന്റെ ഗൗരവത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതിലൊന്നും മനസ്സിലാക്കുക, എല്ലാവരും ഗീത എന്ന് പറയുന്നത് എല്ലാ മാനവരാശിക്കും വേണ്ടിയിട്ടാണ്, എല്ലാ മതങ്ങൾക്കും അതീതമാണ്, എല്ലാ ജാതിക്കും അതീതമാണ്. എന്തുകൊണ്ടാണ്? ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വെച്ചാണ് ഗീത ഉപദേശിച്ചത്. ഇതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, തുറന്ന വിനിമയം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഈ ജ്ഞാന കൈമാറ്റം എല്ലാവരും കേൾക്കണം. അതുകൊണ്ടാണ് പരസ്യമായിട്ട് പറയുന്നത്. സാർവലൗകികത. അതാണ് ഭഗവത്ഗീത ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ മതത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല. അത് സുഹൃത്തിനും ശത്രുവിനും ഒരുപോലെ കേൾക്കാനും പഠിക്കാനും അവകാശപ്പെട്ടതാണ്. അത് മനസ്സിലാക്കുക. ലോകത്തെ മുഴുവൻ ഉദ്ധരിക്കാനാണ് ഗീത ഉപദേശിക്കപ്പെട്ടത്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മതത്തിനോ സമൂഹത്തിനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. കാരണം ശത്രുക്കളുടെ മുന്നിൽ നിന്നാണ് ഗീത ഉപദേശിച്ചത്. കാരണം ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് എന്താണ്? ആത്മജ്ഞാനം. ഏത് മതത്തിൽപ്പെട്ടായിട്ട് എന്തായിക്കോട്ടെ, നീ ശരീരമല്ല, നീ ആത്മാവാണ്. ആത്മാവിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. എല്ലാ സമ്പാദ്യവും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പാട്. എന്തിന്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. ഈ ആഹാരം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ശരീരത്തിലേക്ക്. ഇവരേത് ശമ്പളം മേടിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. പക്ഷെ കുറച്ച് സമയം പോലും ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇതിന്റെ സംഗ്രഹം എന്ന് പറയുന്നത്, അർജുനന്റെ ശരണാഗതിയോടെ കൃഷ്ണൻ ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിന്ന് മാറി ജഗദ്ഗുരുവിന്റെ പദവി സ്വീകരിച്ചു. ആ 2 സൈന്യങ്ങളുടെ നടുവിൽ വെച്ച് ഈ ജ്ഞാനം നൽകിയതിലൂടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ നേരിടുന്ന ഏതൊരാൾക്കും ഗീത വഴികാട്ടിയാണ് എന്ന് ഭഗവാൻ തെളിയിക്കുന്നു അല്ലെ? ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും എല്ലാവരുടെയും നടുവിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഏത് കുഴപ്പങ്ങളും നേരിടുന്ന വ്യക്തിക്കും ഏതൊരാൾക്കും ഭഗവത്ഗീതയാണ് വഴികാട്ടി. ആ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കണം. ആ ഭഗവത്ഗീതയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അല്ലാതെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന, ഭൗതികപരമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചു വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പരമ്പര വഴി വരാത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആത്മജ്ഞാനം ഒന്നും നമുക്ക് വില പോകില്ല. ശരിയായിട്ടുള്ള ആത്മജ്ഞാനം വേണമെങ്കിൽ ഒരു കൃഷ്ണഭക്തനിൽ നിന്ന് മാത്രം കേൾക്കണം. കാരണം ഭാഗവതം കൃഷ്ണന്റെയും ഭക്തരുടെയും കഥയാണ്. ഭഗവത്ഗീത അത് ഉപദേശിച്ചതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പം ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് വെള്ളം ചേർക്കാതെ നമ്മളിലേക്ക് എത്താൻ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മളത് ഭഗവത്ഗീതയെ സ്വീകരിക്കേണ്ടത്. എല്ലാവരും ഈ തത്വങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ യൂട്യൂബില് കമന്റ് ആയിട്ടോ ചോദിക്കുക. അടുത്ത ആഴ്ചയിൽ കാണാം ബാക്കി ശ്ലോകങ്ങളുമായിട്ട്. ഹരേ കൃഷ്ണ.